ഗൈസ്, ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോവാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിക്ക് കാത് കുത്താൻ പോവാണ് ഗൈസ്. ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഓച്ചിറയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് കേട്ടോ. അങ്ങനെ ഞാനതാ സുന്ദരി മണിയായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ ഇല്ലതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങളതാ റെഡി ആയിട്ടുണ്ട്. ഇനി കുഞ്ഞാറ്റെ റെഡിയാക്കണം. അപ്പം കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ അവളെ ഒരുക്കിയൊക്കെ കടത്തിയതാണ്. അവൾ കടന്നുറങ്ങി, തല മൊത്തം ഉഴപ്പിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അതാ ഞങ്ങൾ നേരെ ഓട്ടോയൊക്കെ വിളിച്ച് നേരെ ഇനി അമ്മൂമ്മയും കൂടെ കൂട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് നേരെ ഇനി ജ്വല്ലറിയിലോട്ട് പോകാൻ വേണ്ടി. അപ്പം കാതൊക്കെ കുത്തി സുന്ദരി മണി ആക്കിയിട്ട് ഇനി വരാം. അപ്പോൾ പോകുന്ന വഴിക്ക് അതാ അവൾ ഈ വണ്ടി ട്രാവലൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എവിടെ വേണേലും ഇങ്ങനെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീറ്റതിൻ്റെ ഒരു മൂശാട്ടയൊക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവളങ്ങ് സെറ്റായി. അതായത് ഞാൻ എൻ്റെ സിസ്റ്ററിന് ഓണത്തിന് വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത്. നല്ല രസമില്ലേ കാണാൻ വേണ്ടി? നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ചുരിദാറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അങ്ങനെ ഞങ്ങളതാ നേരെ ഇനിയും നമ്മുടെ അമ്മൂമ്മയും കൂടെ എടുത്തിട്ട് വേണം നമുക്ക് കാതൊക്കെ കുത്താൻ വേണ്ടി പോകാൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം ജിമുക്ക, ഒരു കുട്ടി ജിമുക്ക, കുഞ്ഞ് ജിമുക്കൊക്കെ ഞാൻ ഇങ്ങനെ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റുന്ന 1 ഗ്രാമിലൊക്കെ ഉള്ള ചെറിയ ജിമുക്ക ഉണ്ടല്ലോ. അപ്പം അത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ അച്ഛൻ ഈ കൂട്ടത്തിലില്ല. അവിടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഓട്ടം പോയിക്കാണ്, ലോങ് ഓട്ടമാണ് ഗൈസ്. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും 2-3 ദിവസമാവും. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്താണെങ്കിലും ഞങ്ങൾ നാളെ എറണാകുളം തിരിച്ചു പോവുക. അതിനിപ്പുറം നമുക്ക് കാതൊക്കെ കുത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പം അധികം വലിയ കളക്ഷനൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഞാൻ ഉദ്ദേശിച്ച പോലത്തെ കമ്മലുകളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഇതുപോലത്തെ ഇച്ചിരൂടെ വലുതൊക്കെയായിരുന്നു. അപ്പം ഇത് നോക്കിയപ്പം ഇത് കുറച്ച് വലുതാണ് അവൾക്ക്. അവൾ കുഞ്ഞല്ലേ. അപ്പോൾ ഒരു കുഞ്ഞ് ജിമിക്കയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സംഭവം ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ വെച്ച് നോക്കിയപ്പം കുറച്ച് വലുതായിട്ടൊക്കെ തോന്നി. ഇങ്ങനെ ഞങ്ങളെന്താ പിന്നെ വിചാരിച്ചു, കുറേ നോക്കി കേട്ടോ. കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ലാസ്റ്റ് ഞങ്ങൾ റിംഗ് ടൈപ്പ് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കമ്മൽ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജ്വല്ലറിയിൽ അവർ കാത് കുത്തിക്കത്തില്ല. അപ്പോൾ ഇവർക്ക് വരുന്ന ഈ കാതുകുത്തും കാര്യങ്ങളൊക്കെ ഇവർ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെയാണ് കാത് കുത്താൻ വേണ്ടി പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ എടുത്തു. ഇവിടെ കുറേ നല്ല സെലക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ എന്താ പറയുക, ചെറിയ ഗ്രാമിലൊക്കെ തുടങ്ങുന്ന മാല, കമ്മൽ, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികളുടെ കമ്മൽ കുറവായിരുന്നു കേട്ടോ. അവർക്ക് കുറച്ച് സെലക്ഷൻസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം കുറച്ച് വലുതും ഇച്ചിരി മുതിർന്നവർക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള അതൊക്കെയായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു കൈച്ചയും കണ്ടു. എനിക്ക് ഈ ഒരു കൈച്ചയും ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലത്തെ പാത്രം ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയില്ലേ. പിന്നെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്രാമിൽ തുടങ്ങുന്ന മാലകളൊക്കെയാണ്. കണ്ടപ്പോൾ നല്ല രസം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി അവിടുന്ന് നമ്മൾ കാത് കുത്താൻ വേണ്ടി പോവുകയാണ്. എന്താകുമെന്നൊന്നും അറിയില്ല. കുഞ്ഞാറ്റ ബഹളം ഉണ്ടാക്കുമോ എന്നൊക്കെ എനിക്ക് നല്ല ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പം ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. ചേട്ടായിയും അനിയത്തിയും കൂടെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. ഈ വട്ടം വെക്കലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു മിറർ കണ്ടപ്പോൾ എനിക്കും അവൾക്കൂടെ ഒരു വീഡിയോ എടുക്കാനൊരു മോഹം. പക്ഷെ വലിയ ക്ലിയറായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു തരത്തിൽ ഒപ്പിച്ചു. അതിനിടയ്ക്ക് പിള്ളേർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സെലക്ഷൻസൊക്കെ ഇതാണ് ഗൈസ്. നമ്മളിത് ഓച്ചിറയിൽ നമ്മൾ അമ്പലത്തിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആ ഒരു സൈഡായിട്ടൊക്കെ വരുന്നതാണ് കണ്ടത്തിൽ ജ്വല്ലറി. അങ്ങനെ നമുക്ക് ന്യൂ ഇയർ ആയിട്ട് വലിയ സമ്മാനമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ഒരു പേഴ്സ് മാത്രമേ കിട്ടുകയുള്ളൂ ഗൈസ്. അങ്ങനെ ഇനി ഞങ്ങൾ നേരെ ഇനിയും ഇവിടുന്ന് കാത് കുത്താൻ വേണ്ടി പോവുകയാണ്. എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ, കുഞ്ഞാറ്റ് ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് അവിടെ ചെന്നപ്പോൾ അവിടെ ആളില്ല ഗൈസ്. അവർ നാളെ ഉണ്ടാകത്തുള്ളൂ. സോ എന്ത് ചെയ്യാൻ പറ്റും? കമ്മലൊക്കെ വാങ്ങിയിട്ട് കുത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ അടുത്ത് തന്നെ ഒരു കടയിൽ കയറി നമുക്ക് ഒരു പപ്സും ഉഴുന്നുവട കട്ട്ലേറ്റൊക്കെ വാങ്ങി കഴിക്കാമെന്ന് വെച്ചു. എന്താണെങ്കിലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ ചായയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ നമ്മുടെ വള്ളിക്കാവ് ഒരു ജ്വല്ലറി അല്ല, ഈ തട്ടാൻമാരൊക്കെ ഇല്ലേ ഇങ്ങനെ കാത് കുത്തുകയും പിന്നെ സ്വർണ്ണപ്പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ കാത് കുത്തുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങളതാ കുഞ്ഞാറ്റ ഈ മാർക്ക് ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കിടന്ന് കരച്ചിൽ തുടങ്ങിയതാണ്.
അയ്യോ ഭയങ്കര നിലവിളിയായിരുന്നു, എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട. ഫസ്റ്റിലത്തേത് പെട്ടെന്ന് കഴിഞ്ഞു. രണ്ടാമത്തേത് ഞങ്ങൾ കുറേ സമയം ആശ്വസിപ്പിച്ച് കരച്ചിലൊക്കെ നിർത്തിയിട്ടാണ് അടുത്ത കാത് കുത്തിയത്. അയ്യോ ഭയങ്കര കരച്ചിലായിരുന്നു അവൾ. ജ്വല്ലറിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും, നല്ല നമുക്ക് ചുറ്റും ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കാമല്ലോ. പക്ഷേ ഇത് ഇങ്ങനെ തട്ടാൻ്റെയൊക്കെ എടുത്താകുമ്പം വലിയ ഒരു രീതി അവരിങ്ങനെ നിലത്തിരുത്തിയിട്ടൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കതുകൊണ്ട് എങ്ങനെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് നല്ലതില്ല. അവൾ കിടന്ന് ഇങ്ങനെ കരയുകയും ചെയ്യുന്നു. അതിനിടയ്ക്ക് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അയ്യോ ലാസ്റ്റ് ഏങ്ങലടിച്ച് കരയുമായിരുന്നു അവൾ. അങ്ങനെ രണ്ടാമത്തെ കാത് കുത്താൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഒരു രണ്ടാമത്തെ കാത് കുത്തുന്നിടത്ത് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അവൾ സമ്മതിക്കുന്നേ ഇല്ല. അവൾ കൈ തട്ടി 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 മാറ്റുക. ലാസ്റ്റ് എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായി. ലാസ്റ്റ് അച്ഛമ്മേനെയും കൊണ്ട് കുത്തിക്കാൻ നോക്കിയപ്പോൾ അവളിങ്ങനെ സമ്മതിക്കുന്നില്ല, കൈ തട്ടി തട്ടി കളയുക. അപ്പോൾ ഈ തട്ടി വേറെവിടെയും കൊണ്ട് കയറുമോ വിചാരിച്ചിട്ട് ഒരു തരത്തിൽ പിന്നെ ആ ചേട്ടൻ തന്നെ വന്ന് കാത് കുത്തിക്കൊടുത്തു. എന്താണേലും പാവം എൻ്റെ കുഞ്ഞാറ്റ എന്തോ കരച്ചിലായിരുന്നു. ഈ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമായി. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെ കരച്ചിലൊക്കെ, അന്നേരം ഭയങ്കര കരച്ചിലൊക്കെ എടുത്ത് കുറച്ച് വിഷമിച്ചെങ്കിലും പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഓക്കെ ആയി. അയ്യോ കാതൊക്കെ കുത്തി അങ്ങനെ സുന്ദരി മണിയായിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഗൈസ് ഞങ്ങൾ കുഞ്ഞു മുട്ടില്ലേ 1 ഗ്രാമിൻ്റെ ആ മുട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് അമ്മയ്ക്ക്, എൻ്റെ അമ്മയുടെ കഥയിൽ കിടന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇവക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചത് വേറൊരു സൈസ് കമ്മലായിരുന്നേ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്ററിന് കൊടുത്തിട്ട് അമ്മയുടെ കാതിൽ കിടന്ന കമ്മൽ കുഞ്ഞാറ്റയ്ക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇപ്പം ഭയങ്കര ഹാപ്പിയായി കേട്ടോ. കുറച്ച് നേരം ഭയങ്കര ബഹളമായിരുന്നെങ്കിലും കാതൊക്കെ കുത്തി ഇപ്പം നല്ല ഹാപ്പിയായി കണ്ടോ. കാതൊക്കെ കുത്തിയതെല്ലാവരും കാണിച്ചൊക്കെ കൊടുക്കുവാണ് ഞങ്ങളുടെ സുന്ദരി മണി. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഗൈസ്. മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് മഞ്ഞ കിളിയായിട്ടിരിക്കുന്നുണ്ട് അവൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ കാതിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ അവൾക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അച്ചമ്മയെ അപ്പൂപ്പനെയൊക്കെ ഇനി കാത് കുത്തിയതൊക്കെ ഇനിയും കൊണ്ട് കാണിക്കണം. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇതാണ് എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് കേട്ടോ ഇത്. കുഞ്ഞാറ്റ കണ്ടോ ഓടുന്നുണ്ട്, നല്ലതായിട്ട് നടക്കും കേട്ടോ. നടക്കുകയും ഓടുകയൊക്കെ ചെയ്യും. ഇപ്പോൾ അവൾ ചെറുതായിട്ട് ഇപ്പോൾ കാര്യമൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ ഫ്ലുവൻ്റായിട്ടൊന്നുമല്ല, എങ്കിലും പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം എന്തൊക്കെയാണ് അവൾ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അങ്ങനെ അതാ അച്ചമ്മയെ കണ്ടപ്പോഴത്തേക്ക് അവൾ അമ്മയ്ക്ക് കാത് കുത്തിയതൊക്കെ കാണിച്ചു കൊടുക്കുവാണ് അവളെ. എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുഞ്ഞ് കമ്പനി ഒരു വയസ്സ് അല്ല, ഇനി ഇപ്പം 2 വയസ്സാവുന്നു. ഇനി ഒരു 3 വയസ്സ് വരെയൊക്കെ ഈ ചെറുതിട്ടാൽ മതി. ചെറുതിട്ടിട്ട് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് കുട്ടി ജിമുക്ക വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ മൊത്തം ജിമുക്കയാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് കുട്ടി, പക്ഷേ അവിടെ അധികം വലിയ സെലക്ഷൻസ് ഒന്നും ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലുതുമാണ്. അങ്ങനെ സാരമില്ല, നമുക്കിനി ഒരു വർഷം ഇങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. അടുത്ത വർഷം നമുക്ക് നല്ലൊരു കുട്ടി ജിമുക്ക ഒന്നെങ്കിൽ എറണാകുളത്തു നിന്ന് വാങ്ങിക്കൊണ്ട് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു ഗൈസ്. അങ്ങനെ അമ്മ കാണിക്കുകയാണ്, കുഞ്ഞാറ്റയ്ക്ക് എടുത്ത കമ്മൽ അമ്മ കാണിക്കുകയാണ്. പിന്നെ അവിടെ വന്നിട്ട് ചേട്ടനും അനിയത്തിയും കൂടെ ഭയങ്കര കളിയും ബഹളവും ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീടിൻ്റെ ഫുള്ള് ഇന്നെന്തോ ഒരു വിശേഷപ്പെട്ട ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയാണെന്നുണ്ടെങ്കിൽ വിളക്കൊക്കെ ഇങ്ങനെ കത്തിച്ച് വയ്ക്കുകയാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാം. എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഈ ഇരിക്കുന്നതൊക്കെ ഈ ഒരു ഫ്രണ്ട് പോർഷനില്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചില വീഡിയോസൊക്കെ ഇട്ടുണ്ട്, വീടിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട് ഭാഗം നല്ല 4 കെട്ട് പോലൊക്കെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ രാത്രിയിൽ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നേരത്തെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഈ ഒരു വിളക്കൂടെ കത്തിച്ചപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടി ആയിരുന്നു. ഈ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കുറേ നേരം ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സിസ്റ്ററും പിള്ളേരൊക്കെ താമസിക്കുന്നത് ഇവിടുന്ന് കുറച്ച് മാറിയാണ്. ഇവിടെ അമ്മയും സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അച്ഛനും അമ്മയും മൂത്തമ്മയൊക്കെയാണ് താമസിക്കുന്നത്. അവർ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ കാതൊക്കെ കുത്തി പിന്നെ ഇവിടെ അങ്ങ് നേരെ വന്നത് ഇങ്ങോട്ടായിരുന്നു. ഇവിടുന്ന് പിന്നെ കുറേ സമയം ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്നിട്ട് ഇനി ഞങ്ങൾ നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ജസ്റ്റ് അമ്മയാണെന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കുന്നത് കണ്ടപ്പം ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിനി ചിലപ്പം നാളെ നേരെ എറണാകുളം പോകും. അപ്പോൾ എറണാകുളത്ത് പോകുമ്പോൾ സിസ്റ്ററിനെയും പിള്ളേരെയൊക്കെ കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നു.
അവരെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. അവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഇപ്പം വെക്കേഷന് വലിയ അവധിക്കല്ലേ വരാൻ പറ്റത്തുള്ളൂ. ഒരു 10 ദിവസം ലീവാണല്ലോ ക്രിസ്മസ് ആയിട്ട്. അപ്പം നേരെ നമുക്ക് എറണാകുളത്തേക്ക് പോകാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഗൈസ്. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. കുറേ ഹാപ്പിയായി, കുറേ സന്തോഷിച്ച്, കുറേ ചിരിച്ച്, എല്ലാം കൊണ്ടും സൂപ്പർ ദിവസമായിരുന്നു. എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഇന്ന് ഓച്ചിറ പോയപ്പോൾ ഈ ഒരു മാർബിളിൻ്റെ കേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാർബിളിൻ്റെ കേക്ക്. അങ്ങനെ ഇന്നലെ ഞങ്ങൾ വരുന്ന വഴിക്ക് ബേക്കറി കയറിയപ്പോൾ അതില്ലായിരുന്നു. ഇന്ന് ഓച്ചിറയിൽ നിന്ന് ഈ മാർബിളിൻ്റെ കേക്ക് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇതാണ് ഞാൻ നേരത്തെ പണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പം നല്ല പാക്കിങ് ഒക്കെ കണ്ടപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ പൊട്ടിച്ച് കഴിച്ചപ്പോൾ എൻ്റെ മോനെ എന്ത് സൂപ്പറായിരുന്നു അറിയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മിക്കവാറും ഈ ഒരു കേക്ക് ഫുള്ള് ഞാൻ തന്നെ തിന്ന് തീർക്കുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ മാർബിളിൻ്റെ കേക്ക് വാങ്ങി കഴിക്കാറുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ഒരു മാർബിളിൻ്റെ കേക്ക് പണ്ടത്തെ എനിക്ക് നൊസ്റ്റാൾജിയ ഫീലൊക്കെ അടിച്ചു ഗൈസ്. പണ്ട് ഞാൻ തിന്ന ഈ ഒരു മാർബിളിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പം അത്ര ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായില്ല. പക്ഷേ ഈ ഒരു കേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞാൻ 1, 2, 3 ഡയറ്റൊക്കെ കുറച്ച് സമയം അങ്ങ് മറന്നു ഗൈസ്. നമ്മൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കേണ്ട സമയമാണല്ലോ. അപ്പം പിന്നെ കുറച്ച് എന്താ പറയുക, മധുരമൊക്കെ കഴിച്ചതെന്ന് പറയുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും അല്ലേ. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് ഗൈസ്. രാവിലെ ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് നേരെ വീട്ടിലേക്ക്. ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാതുകുത്തു വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, സീ യു.